ഇവൾ എപ്പോഴും സൺഗ്ലാസ് വെച്ചാണ് നടക്കുന്നത്. ബാത്ത് ഹൗസിൽ കുളിക്കാനായി പോകുമ്പോഴും സൺഗ്ലാസ് വെച്ചിരിക്കുന്നു. ഒരു ദിവസം ജോലിസ്ഥലത്ത് അവൾ സൺഗ്ലാസ് വെച്ച് നിൽക്കുന്നത് കണ്ട ബോസ് അവൾ കസ്റ്റമേഴ്സിനെ ബഹുമാനിക്കുന്നില്ലെന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം സൺഗ്ലാസ് ഊരിമാറ്റുന്നു. പേടിച്ചവൾ പെട്ടെന്ന് തന്നെ തന്റെ കൈവച്ച് കണ്ണുകൾ മറയ്ക്കുന്നു. കാരണം അവൾ നേരിട്ട് ആളുകളെ നോക്കാൻ പേടിച്ചിരുന്നു. നിർഭാഗ്യവശാൽ അവൾ പേടിച്ച കാര്യം നടക്കുന്നു. അവിടെ വന്ന അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ പുറകിലായി അവൾ ഒരു ബ്ലാക്ക് ഷാഡോ കാണുന്നു. യഥാർത്ഥത്തിൽ അത് ഡെഡ് ഷാഡോ ആണ്. ഉടനെ അവൻ പോകുന്നതിന് മുൻപ് അവന്റെ കയ്യിൽ പിടിച്ചു വെച്ച് 1 മിനിറ്റ് അവനെ അവിടെ നിൽക്കാൻ പറയുന്നു. പക്ഷെ അവൻ തന്റെ പുതിയ ഗേൾഫ്രണ്ട് പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇവളോട് മോശമായി സംസാരിച്ചതിന് ശേഷം പുറത്തേക്ക് പോകുന്നു. അവൻ റോഡിലേക്ക് ഇറങ്ങി അടുത്ത നിമിഷം തന്നെ ഒരു ട്രക്ക് അവനെ ഇടിച്ചു തെറിപ്പിക്കുന്നു. ആ സീൻ കണ്ട് എല്ലാവരും പുറത്തേക്ക് ഓടി വരുന്നു. പക്ഷെ അവൾ മാത്രം ഒന്നും സംഭവിക്കാത്തതുപോലെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്നു. എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതും അവൾ കാരണമാണ് അവൻ മരിച്ചതെന്ന് പറഞ്ഞ് അവൾ കരയുന്നു. ആക്ച്വലി കുഞ്ഞായിരുന്നപ്പോൾ മുതൽ തന്നെ ഇവൾക്ക് ഡെത്ത് ഷാഡോസിനെ കാണാൻ കഴിയും. അവളെ സമാധാനിപ്പിക്കുന്നതിനായി അച്ഛനാണ് അവൾക്ക് സൺഗ്ലാസ് വെച്ചു കൊടുത്തത്. അന്നു മുതൽ ഇത്രയും വർഷമായി അവൾ സൺഗ്ലാസ് വെക്കാതിരുന്നിട്ടില്ല. വീട് മുഴുവൻ അവളുടെ സൺഗ്ലാസ് ആണ്. അതിനുശേഷം ഒരു ദിവസം അവൾ ഒരു ചേഞ്ചിനായി ദൂരയാത്ര ചെയ്യാൻ തീരുമാനിക്കുന്നു. അതിനായി അവൾ ഒരു ഫ്ലൈറ്റിൽ കയറുന്നു. രാത്രി മുഴുവൻ ഉറങ്ങാത്തത് കൊണ്ട് ഫ്ലൈറ്റിൽ കയറിയതും അവൾ ഉറങ്ങാൻ തുടങ്ങുന്നു. അറിയാതെ അവളുടെ സൺഗ്ലാസ് തറയിൽ വീഴുന്നു. അവൾ ഉണർന്നപ്പോഴാണ് തന്റെ സൺഗ്ലാസ് മിസ്സിംഗ് ആണെന്ന് അറിയുന്നത്. നോക്കുമ്പോൾ അവളുടെ അപ്പുറത്തെ സീറ്റിൽ ഇരിക്കുകയായിരുന്ന ഒരു കൊച്ചുകുട്ടി അതെടുത്തു വെച്ചിരിക്കുന്നു. അവൾ വളരെയധികം സമാധാനത്തോടെ ആ കുട്ടിയോട് സൺഗ്ലാസ് ചോദിക്കുന്നു. പക്ഷെ ആ കുട്ടി കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അടുത്ത നിമിഷം തന്നെ അവളുടെ ഫേസ് ചേഞ്ച് ആവുന്നു. പക്ഷെ അത് ആ കുട്ടിയോടുള്ള ദേഷ്യം കൊണ്ടായിരുന്നില്ല. അവൾ വീണ്ടും ആ ഡെഡ് ഷാഡോയെ കണ്ടിരിക്കുന്നു. പാനിക്കായി അവൾ തറയിൽ വീഴുന്നു. അവൾ പതിയെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന എല്ലാവരുടെയും അടുത്ത് ആ ഷാഡോസിനെ കാണുന്നു. അത് കണ്ടതും ഫ്ലൈറ്റിന് എന്തോ അപകടം പറ്റാൻ പോവുകയാണെന്ന് മനസ്സിലായവൾ ബഹളം വെക്കുന്നു. ആരും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പാടില്ലെന്നും എല്ലാവരും മരിക്കുമെന്നും പറയുന്നു. പക്ഷെ ആരും അത് കാര്യമാക്കാതെ ഫ്ലൈറ്റ് സ്റ്റോപ്പ് ചെയ്ത് പോലീസ് വന്ന് അവളെ പിടിച്ചുകൊണ്ടു പോകുന്നു. അതിനുശേഷം ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് പോകുന്നത് നോക്കി നിൽക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. വൈകാതെ തന്നെ ആ ഫ്ലൈറ്റ് ക്രാഷായി അതിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചതായി ന്യൂസ് വരുന്നു. പോലീസുകാർ അവൾ പറഞ്ഞതുപോലെ തന്നെ ഫ്ലൈറ്റ് ക്രാഷ് ആയതുകൊണ്ട് അവൾ ഒരു ടെററിസ്റ്റ് ആയിരിക്കുമെന്ന് സംശയിക്കുന്നു. അവൾ വേറെ വഴിയില്ലാതെ തനിക്ക് ഡെഡ് ഷാഡോസിനെ കാണാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നു. ഫ്ലൈറ്റിലുണ്ടായിരുന്ന കൊച്ചുകുട്ടിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവൾക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. തനിക്ക് കിട്ടിയ ശാപത്തെ പഴിച്ച് അവൾ കരയുന്നു. പക്ഷെ പോലീസുകാർ അവളെ വിശ്വസിക്കുന്നില്ല. ഒരു ഓഫീസറിന് മാത്രം ചെറിയൊരു വിശ്വാസം തോന്നുന്നു. കാരണം അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് മരിച്ച ദിവസം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അവസാനം അവൾ കാരണമല്ല, ഫ്ലൈറ്റിന്റെ യന്ത്ര തകരാറ് കാരണമാണ് അത് ബ്ലാസ്റ്റ് ആയതെന്ന് തെളിയുന്നു. ആ ഓഫീസർ അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാനായി പോകുന്ന വഴി ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പാലത്തിന് മുകളിൽ കയറി നിൽക്കുന്നത് കാണുന്നു. പക്ഷെ ആ ഓഫീസർ ഇതവന്റെ സ്ഥിരം ജോലിയാണെന്ന് പറയുന്നു. എന്നാൽ അവന്റെ പുറകിലായി ഡെഡ് ഷാഡോയെ കണ്ടവൾ അവൻ ഇന്ന് മരിക്കുമെന്ന് പറയുന്നു. ആ ഓഫീസർ ആദ്യം അത് വിശ്വസിക്കുന്നില്ല. പക്ഷെ തിരികെ വരുന്ന വഴിയിൽ അവൻ വെള്ളത്തിൽ ചാടി മരിക്കുന്നത് അദ്ദേഹം നേരിൽ കാണുന്നു.